ഇടവകയിൽ ഞാൻ കഴിഞ്ഞ മാസം അത് തോന്നുന്നു സൺഡേ സ്കൂൾ അധ്യാപകരുടെ ധ്യാനിപ്പിക്കാനായിട്ട് വന്നപ്പോഴാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും എത്ര മനോഹരമായിട്ടാണ് നിങ്ങളെ തിരുനാളും മറ്റു കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത്, ക്രമീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ നെടുമുളച്ചാല പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്ക് വലിയ ഒരു സാക്ഷ്യം നൽകുക എന്നുള്ള വലിയ ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർത്തും നിങ്ങൾ ഭക്തിസാന്ദ്രമായി ഈ തിരുനാൾ ആഘോഷിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആർക്കും ഒരു കുറവ് വരാതെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. തീർച്ചയായും ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് അച്ഛൻ്റെ കരങ്ങളാണ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഈ കാര്യങ്ങൾ ഭംഗിയായി ആത്മീയമായി ചിട്ടയോടെ നടത്തുന്നതിന് അച്ഛനെ നമുക്ക് നന്ദിയോടെ ഒക്കെ നമുക്ക് നല്ലൊരു കൈയടി നമുക്ക് വികാരിയച്ഛന് കൊടുക്കാറ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി തേടിക്കൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനുണ്ടാകാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് ഓർമ്മ ആചരിച്ചുകൊണ്ട് സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ഞങ്ങളുടെ പ്രത്യാശയായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളെ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യ ദാനമെന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. സെബസ്ത്യാനോസിനെ പോലെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. Devam
മുദ്രിങ്ങാട്ടുകുന്നൽ റോസമ്മ വടക്കൻ, ഷിൻഡു മുദ്രിങ്ങാട്ടുകുന്നൽ വടക്കേ മുളഞ്ഞാൽ കെവിൻ, വടക്കേ മുളഞ്ഞാൽ ആൽബിൻ, റിനിറ്റ് മുദ്രേന്തിക്കൽ, ചിറ്റി മുദ്രേന്തിക്കൽ, എഫ്രൈം മുദ്രേന്തിക്കൽ, എയ്ഡൻ മുദ്രേന്തിക്കൽ, ആൻസി മുദ്രേന്തിക്കൽ, ഷാജി തെക്കിനിയിൽ, ചെറുതോട്ടിൽ മേരി, ചെറുതോട്ടിൽ വർഗീസ്, ഇയാലിൽ സിൻഡോ ബിനോയി, ജെയ്സി ഷിജോ പടിഞ്ഞാറേട്ട്, എസ് മരിയ കുളപ്പുറത്ത്, ജിയ അന്ന വിജേഷ് പുതുകുളങ്ങര, കൊട്ടാരത്തിൽ ജോസഫ് വള്ളിയാങ്കുഴി, ബേബി വട്ടോത്ത്, സോന ഷൈൻ കുഴിയാത്ത്, അലൻ ചാക്കോ കുഴിയാത്ത്, എറോൺ ജോ സിദ്ധാർത്ഥ ഇലവങ്കൽ, ആഷ്ന ഷിബു വള്ളിയാങ്കുഴി, ഷിബിൻ മനോജ് വട്ടമറ്റം, ഡെറിൻ സിബി പുറപ്പുഴ, ഷൈന സിബി പുറപ്പുഴ, മറീന സജി കോടന്തൂർ, തങ്കച്ചൻ വള്ളിയാങ്കുഴി, എബിൻ സാറ ഇലവങ്കൽ, അലിയുവേൽ, ധനഹ വെള്ളിയത്ത്, ജോസ് തെക്കേപ്പുരിക്കൽ, വള്ളിയാങ്കുഴി, ബെറ്റി ലിസി പറയന്തഗിരിയിൽ, അനിൽ പൈങ്ങോപ്പിൽ, ഷിൻഡോ വളയത്ത്, ദീപ ജോൺ തോപ്പിൽ, തെക്കകര ഇവിടെ നല്ല പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് താന്നു പോയിട്ട് എല്ലാം പോകുമ്പോൾ കട്ട് വരും. അതെ അതെ ഒന്ന് ചെയ്യാൻ പറ്റും. മാറ്റി പോകും.
എടാ അവിടെ കെട്ടാവോ? അത് വലിച്ചു കെട്ടിക്കും. തന്നെ കൊണ്ടുപോകണ്ട ആരും.
പോയേക്കോണം ആ
ആ അഭിജിത്തെ ഞാൻ ഇന്നലെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നാളെ രാവിലെ വരും കേട്ടോ. ഇല്ലല്ലേ ഈ പറഞ്ഞേൽപ്പിച്ചാണ്. ഓ ഞാനിപ്പം പ്രദക്ഷിണം എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ തിരിച്ചു വിളിക്കാവേ. കവർ ചെയ്തുകൊണ്ടിരിക്കാം. ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന പ്രാർത്ഥനയോടെ
കഴിയുമ്പോൾ കുടുംബ യൂണിറ്റുകൾ നിങ്ങളുടെ കൂട്ടം തെറ്റിപ്പോകാതെ ഒരുമിച്ച് തന്നെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടുപിടിച്ച് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് തിരികെ പള്ളിയിലേക്കുള്ള പ്രദക്ഷിണം പോകുമ്പോൾ വന്നതുപോലെ തന്നെ പോകേണ്ടതുള്ളത് കൊണ്ട് കൂട്ടം തെറ്റിപ്പോകാതെ സൗകര്യപ്രദമായ സ്ഥലം കണ്ടുപിടിച്ച് കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിൽക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ, മിശിഹാ കർത്താവേ, ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യക നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ലിയോ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമളഭൂവനിൽ പരിമളരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദൈവം നീ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദൈവം നീ ധരയിന്മേൽ മർത്യനു മാതൃക നീ വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറിയോസെ പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സെബസ്ത്യാനോസ് സഹദായുടെ അമ്പതിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം നമ്മൾ കുരിശടിയിൽ എത്തിയിരിക്കുകയാണ്. ഈ കുരിശടിയിലേക്ക് പ്രദക്ഷിണത്തിൽ പങ്കുചേരാനും നമ്മളോടുള്ള സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഒത്തിരി സ്നേഹത്തോടെ നെടുമറിഞ്ഞാൽ ഇടവകയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛന്മാർക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് ഇടവകളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, നാട്ടുകാരെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തിരുനാളിൻ്റെ സന്ദേശം നൽകുന്നത് കനകക്കുന്ന് കരുണാമേന ഈശോയുടെ തീർത്ഥാടന ദേവാലയത്തിൻ്റെ വികാരിയച്ഛനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജെറിനച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തും കൂട്ടുകാരനുമാണ്. ഞാൻ നേരത്തെ കനകക്കുന്ന് പള്ളിയിൽ വികാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ആ പള്ളിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ ഞായറാഴ്ചകളിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ദീർഘദൂരം സഞ്ചരിച്ച് അച്ഛൻ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ സന്ദേശം നൽകുവാൻ വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ായ
ഇടവകയുടെ പ്രിയങ്കരനായ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സ്കറിയാച്ച അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ നെടുമുറഞ്ചാൽ ഇടവകയോടുള്ള സ്നേഹത്തെ പ്രതി, ഇടവക ദേവാലയത്തോടുള്ള ഒരു ബന്ധത്തെ പ്രതി തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായി ത്യാഗപൂർവ്വം വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ തിരുനാൾ വിജയിപ്പിക്കാൻ ഏറെ അത്യധ്വാനം ചെയ്യുകയും ഇതിനോട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ ഭക്തിപാരവശ്യത്തോടെ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി ദൈവാനുഗ്രഹം സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടെ ഈ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരായ സ്നേഹമുള്ള നാട്ടുകാരെ, ഒരു ഇടവകയെ സംബന്ധിച്ച്, ഒരു ദേശത്തെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ, ഒപ്പം ദൈവാനുഗ്രഹം നിറഞ്ഞ അവസരമാണ് ഇടവക തിരുനാളിന്റെ അവസരങ്ങളെന്ന് നമുക്കറിയാം. ഒരു വർഷക്കാലം വിശുദ്ധരിലൂടെ നമുക്ക് ലഭിച്ച, കർത്താവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും, വീണ്ടും നമ്മുടെ ജീവിതത്തെ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവാനുഗ്രഹത്തിനായി സമർപ്പിക്കാനുമുള്ള പുണ്യപ്പെട്ട അവസരങ്ങളാണ് ഓരോ ഇടവക തിരുനാളിന്റെയും അവസരങ്ങൾ. ഇവിടെ ഈ തിരുനാളിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കാരണം പങ്കാളിത്തം കൊണ്ട് വളരെ സമ്പന്നമാണ് ഈ ഇടവക തിരുനാളിന്റെ സാഹചര്യം. എല്ലാവരും, ഇടവകങ്ങളും നാനാജാതി മതസ്ഥരായ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഈ ഇടവക തിരുനാൾ സന്തോഷത്തിന്റെ ഒരു ദൈവാനുഗ്രഹത്തിന്റെ അവസരമാക്കി മാറ്റുന്നതിന് ചിദ്വാനം ചെയ്യുന്നു. ഉമ്മമാരും അച്ഛന്മാരും ഒക്കെ ഏകദേശം ഒരേപോലത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ ചിട്ടയോടെ നടത്തി, കുട്ടികളെല്ലാം വളരെ ചിട്ടയോടെ പ്രദർശനത്തിലൊക്കെ പങ്കുചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ഇതിനോട് സഹകരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഇവിടെ ഈ 5 വിശുദ്ധരുടെ രൂപങ്ങൾ അടങ്ങിയ ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് വരാനായി ഇവർ വളരെ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ഈ തിരുനാളിന്റെ പ്രദക്ഷിണ മധ്യേ കാണാനിടയായി. എന്നിട്ട് എത്രയോ സഹകരണ മനോഭാവത്തോടെയാണ്, മടുപ്പൊന്നും പ്രകടിപ്പിക്കാതെ എല്ലാവരും ഈ തിരുനാളിൽ സന്തോഷത്തോടെ, താല്പര്യത്തോടെ പങ്കുചേരുന്നത്. തീർച്ചയായും നമ്മൾ ഈ കൂട്ടായ്മയോടെ, സഹകരണ മനോഭാവത്തോടെ, സമർപ്പണ മനോഭാവത്തോടെ, സന്തോഷത്തോടെ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും അതൊരു ദൈവാനുഗ്രഹത്തിന്റെ അവസരമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന അവസരമാണ്. നമുക്ക് തിരുനാൾ പ്രദക്ഷിണ പോലും വളരെ കൃപയുടെ ഒരു അവസരമാണ്. നമ്മൾ 3 കുരിശുകളുടെ പിന്നാൽ ഏറ്റവും മുൻപിലായി മരക്കുരിശ്, ഈശോയുടെ സഹനത്തെയും എളിമയൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള മരക്കുരിശ്, അതിന്റെ പിന്നിലായി വെള്ളിക്കുരിശ്, ഈശോയുടെ പാപമോചന ദൗത്യത്തെയും അതുപോലെ ഒരു നിത്യ പൗരോഹിത്യത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വെള്ളിക്കുരിശ്, അവസാനം അതിന്റെ പിന്നിലായി അവന്റെ കർത്താവിന്റെ മഹത്വത്തെയും രാജ്യത്തെയും അവസാന വിജയത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കുരിശ്. അങ്ങനെ ക്രിസ്തുവിന്റെ ഒരു സമഗ്രതയെ, അവന്റെ എല്ലാ ദൗത്യങ്ങളുടെയും സമഗ്രതയെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ആ കുരിശുകളുടെ പിന്നാലെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അർത്ഥം പോലും അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം പോലും അവിടെ വെളിവാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. സ്നേഹമുള്ളവരെ, ഈ തിരുനാള് അർത്ഥപൂർണമായി തീരുന്നത്, തിരുനാള് കൂടുതൽ കൃപയുള്ളതായി തീരുന്നത് ഈ തിരുനാൾ നൽകുന്ന സന്ദേശങ്ങളെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും നമ്മളെല്ലാവരും ആത്മാർത്ഥതയോടെ, സഹകരണത്തോടെ, സമർപ്പണ മനോഭാവത്തോടെ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മിലേക്ക് തീർച്ചയായും വർഷിക്കപ്പെടും. കാരണം കൂട്ടായ്മയിൽ കർത്താവിന്റെ പ്രത്യേകമായ കൃപയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു എക്സോസിസ്റ്റായ കാർഡിനൽ സ്റ്റീഫൻ റൊസൈറ്റി പറയുന്നുണ്ട്, ഭിന്നതയുള്ളിടത്ത്, കലഹമുള്ളിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നതിനൊരു തടസ്സമാണ്. ഇവിടെ നമ്മളിങ്ങനെ കൂട്ടായ്മയോടെ, ഒരുമയോടെ, പങ്കാളിത്തത്തോടെ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ തിരുനാൾ അർത്ഥപൂർണമായി തീരുന്നത് ഈ തിരുനാൾ നൽകുന്ന ചില സന്ദേശങ്ങളെ ഒരു നെരിപ്പോടായെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, ഈ തിരുനാളിന്റെ ഒരു ആത്യന്തികമായ സന്ദേശം എന്താണ് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കഥയാണ് പറയാനായി ഞാൻ ആഗ്രഹിക്കുക. ഒരു തീർത്ഥാടകനായ സന്യാസി, ആ മനുഷ്യനിങ്ങനെ സ്വന്തമായി സമ്പാദ്യങ്ങളില്ല, സ്വന്തമായി വീടോ ദേശങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന, തീർത്ഥാടനം ചെയ്യുന്ന ഒരു സന്യാസിയാണ്. അങ്ങനെ തന്നെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി, ഭിക്ഷാടനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ഗ്രാമത്തിലെത്തുകയാണ്. ക്ഷീണം കൊണ്ട് അവിടെ ഒരു ആൽമര ചുവട്ടിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. ആ സമയത്ത് ഒരു ഗ്രാമവാസി ഇങ്ങനെ വൈരക്കല്ല് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സന്യാസിയുടെ അടുക്കിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഈ സന്യാസിക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ സന്യാസി ചോദിക്കും, ഏത് വൈരക്കല്ല്? അപ്പൊ ഈ ഗ്രാമവാസി പറയും, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു മാലാഖ എന്നോട് പറഞ്ഞു, നാളെ ഈ സമയം ഒരു സന്യാസി അവിടെ വരും, അദ്ദേഹം നിനക്ക് വളരെ മൂല്യമുള്ള ഒരു വൈരക്കല്ല് സമ്മാനിക്കും.
അപ്പോൾ വീണ്ടും ഈ സന്യാസിക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം തന്റെ കയ്യിലുള്ള കുഞ്ഞു പാണ്ഡം ഈ ഗ്രാമവാസിയുടെ മുൻപിൽ കുടഞ്ഞിട്ട് അതിൽ നിന്ന് തിളങ്ങുന്ന 2 കല്ലുകൾ എടുത്ത് ഈ ഗ്രാമവാസിക്ക് കൊടുത്തിട്ട് പറയും, ഇന്നലെ പുഴ കടന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്, തിളങ്ങുന്നത് കണ്ട് ഒരു ആകർഷണം തോന്നിയത് കൊണ്ട് ഞാനെടുത്ത് പാണ്ഡത്തിലിട്ടതാണ്, നീ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഗ്രാമവാസിക്ക് കൊടുക്കും. ഈ ഗ്രാമവാസി അത് മേടിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്റെ ഭവനത്തിലേക്ക് മടങ്ങും. കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി തന്നെ മാറ്റാനുള്ള വക ഇതിനുണ്ട്. തനിക്കും തന്റെ തലമുറകൾക്കും ആർഭാടത്തോടെ സന്തോഷത്തോടെ കഴിയാനുള്ള വകുപ്പ് ഇത് വിറ്റാൽ എനിക്ക് കിട്ടും. അദ്ദേഹത്തിന് വലിയ സന്തോഷം. അദ്ദേഹം കുതിച്ചു ചാടി തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. പക്ഷേ വൈകുന്നേരമായപ്പോൾ, രാത്രിയായപ്പോൾ ചെറിയൊരു അസ്വസ്ഥത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങുകയാണ്. ഈ അസ്വസ്ഥത വളരെ സമയം കഴിയുന്നതോടും കൂടി വരുന്നു. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ആരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയും മൂല്യമുള്ള, ഇത്രയും മഹത്വമുള്ള ഒരു വൈരക്കല്ല് ഞാൻ ചോദിച്ച ഉടനെ മറിച്ചൊന്ന് ചിന്തിക്കാതെ ഈ സന്യാസി എനിക്ക് എടുത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ, തെല്ലും ശങ്ക കൂടാതെ ഇദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, ഇതിനേക്കാളും മൂല്യമുള്ള, വിലയുള്ള മറ്റെന്തോ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഇദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നു. ഉറക്കം കിട്ടാതെ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ആത്മരവച്ചവിടലേക്ക് പോകുന്നു. പക്ഷേ ആ സന്യാസി അവിടെ കണ്ടെത്തുന്നില്ല. സ്നേഹമുള്ളൊരു കഥയാണ്. പക്ഷേ ചില മനുഷ്യര് ഇങ്ങനെയാണ്. അതായത് ലോകം വിലയുള്ളത്, ലോകം മഹത്വമുള്ളത് കൽപ്പിക്കുന്നതിന് തെല്ലും വില കൽപ്പിക്കാതെ അതിലും ഉയരങ്ങളിലുള്ള, ഉന്നതങ്ങളിലുള്ള മറ്റെന്തിനൊക്കെയോ വില കൽപ്പിക്കുന്ന ചില മനുഷ്യര്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, 50 തിരുനാൾ മഹോത്സവം നമ്മൾ കൊണ്ടാടുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് പറഞ്ഞു തരുന്ന സുന്ദരമായ ഒരു സന്ദേശം അതാണ്. കാരണം ഈ ലോകം അദ്ദേഹത്തിന് മുൻപിൽ വലിയ സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടിയിട്ടുണ്ട്. ആ സമയത്തെ രാജാക്കന്മാർ അദ്ദേഹത്തിന് മുൻപിൽ വലിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. വലിയ സമ്പാദ്യങ്ങളുടെ വലിയ പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ തെല്ലും വില കൽപ്പിക്കാതെ ക്രിസ്തുവിനും അവന്റെ മൂല്യങ്ങൾക്കും വില കൊടുത്തുകൊണ്ട് തന്റെ ജീവിതത്തെ ധന്യമാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ആത്യന്തികമായ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അല്പം കൂടി ആഴപ്പെടണം എന്നുള്ളതാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് എന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ആത്യന്തികമായ സന്ദേശം എന്ന് പറയുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സ്വർഗത്തെ കൊതിച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എങ്കിൽ അതിന്റെ വദായനങ്ങൾ എനിക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കുക. ദൈവമേ, നരകത്തെ ഭയന്നിട്ടാണ് ഞാൻ നിന്നെ കൊതിക്കുന്നത് എങ്കിൽ എന്നെ നരകാഗ്നിയിലേക്ക് തള്ളിയിടുക. ദൈവമേ, നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, ഒരു ക്രൈസ്തവ ജീവിതം, നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് എന്ന് വിശുദ്ധ സെബസ്ത്യാനോസും ഈ വിശുദ്ധാത്മാക്കളൊക്കെയും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് എത്രയോ സുന്ദരമായ സന്ദേശമാണ്. അല്പം കൂടി ആഴത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരാൻ ഈ തിരുനാൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. കേവലം ഈ ആഘോഷങ്ങൾക്കാണ് ഉപരിയായി അല്പം കൂടി ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും നമ്മുടെ ജീവിതം ആഴപ്പെടുമ്പോഴാണ് ഓരോ ജീവിതങ്ങളും ധന്യമായി തീരുന്നത് എന്നുള്ള ഈ തിരുനാളിന്റെ ആത്യന്തികമായ സന്ദേശത്തെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ ഈ തിരുനാൾ കൂടുതൽ അർത്ഥപൂർണ്ണമായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, തിരുനാൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ തിരുനാൾ നമ്മളോട് പറയുന്നത്, പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതം കർത്താവിന്റെ പക്കൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ ഒരു വൈരുദ്ധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. കാരണം കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിട്ടും വലിയ പീഡനങ്ങളിലൂടെയും വലിയ സഹനങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ നഷ്ടങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ആ വിശുദ്ധന്റെ ജീവിതം കടന്നു പോകുന്നുണ്ട്. പക്ഷേ സഹനങ്ങളുടെ മധ്യത്തിലൂടെ കടന്നുപോയപ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും തന്റെ ജീവിതം നഷ്ടപ്പെടുന്ന അവസരങ്ങളിലും കർത്താവിന്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. ഇന്നും കൃപയുടെ കേദാരമാകാൻ, ഇന്നും അനുഗ്രഹത്തിന്റെ നീർച്ചാലൊഴുക്കാൻ ഈ വിശുദ്ധനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ജീവിത പ്രതിസന്ധികളിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിലുള്ള ആശ്രയബോധവും ഒക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളോട് സംവദിക്കുന്ന സുന്ദരമായ സന്ദേശം, ജീവിതത്തിൽ ഏത് അനുഭവങ്ങളോട് കടന്നു പോകുമ്പോഴും എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു മനോഭാവമാണ്. കർത്താവിന്റെ കരം എന്റെ ഒപ്പമുണ്ട്, എന്നെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും എന്നുള്ള വളരെ സുന്ദരമായ ഒരു സന്ദേശമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 23-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യമാണ് എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും എന്റെ കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര, അത്യന്തം ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, സഹനങ്ങൾ സമ്മാനിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ
കടന്നു പോകുന്നത് എങ്കിലും എന്റെ കർത്താവ് എന്റെ ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എത്രയോ സുന്ദരമായ ഒരു സന്ദേശം ആ ദൈവവചനവാക്യോടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധന്റെ ജീവിതവും വിശുദ്ധാത്മാക്കളുടെ ജീവിതവും വിശുദ്ധ ഗ്രന്ഥവും ഒക്കെ സമാനമായ സന്ദേശമല്ലേ നമുക്ക് നൽകുന്നത്. ഇസ്രായേലിന്റെ 40 വർഷത്തെ മരുഭൂമി യാത്ര നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഈ 40 വർഷത്തെ മരുഭൂമി യാത്ര എടുത്തു മാറ്റിയവനല്ല ദൈവം, മറിച്ച് ആ മരുഭൂമി യാത്രയിലും മേഘത്തൂണും അഗ്നിസ്തംഭവുമായി വഴി നടന്നവനാണ്, കൂടെ നടന്നവനാണ് ദൈവം. അബ്രാഹാം വലിയ ഹൃദയഭാരത്തോടെ നടന്നു കയറേണ്ട മോറിയാമല അവന് മുൻപേ ചെന്ന് ഇടിച്ചു നിരപ്പാക്കിയവനല്ല ദൈവം, മറിച്ച് അതിനപ്പുറത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകി അത് നിറവേറ്റാനായി കാത്തിരുന്നവനാണ് ദൈവം. ജോസഫ് വലിയ വിലാപത്തോടെ കടന്നു കരയേണ്ട പൊട്ടക്കിണർ അവന് മുൻപേ ചെന്ന് ഇടിച്ചു നിരപ്പാക്കിയവനല്ല, ഇല്ലാതെ മൂടിക്കളഞ്ഞവനല്ല ദൈവം, മറിച്ച് അതിനപ്പുറത്ത് ഈജിപ്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി സ്ഥാനമാനങ്ങൾ നൽകി അത് നിറവേറ്റാനായി കാത്തിരുന്നവനാണ് ദൈവം. ദാവീദ് അവന്റെ മുൻപിലുള്ള കരുത്തനായ ഗോലിയാത്തിനെ ഇല്ലാതാക്കിയവനല്ല ദൈവം, മറിച്ച് ശക്തനായ ദാവീദിനെ നേരിടാൻ, ഗോലിയാത്തിനെ നേരിടാൻ ദുർബലനായ ദാവീദിന്റെ കരങ്ങൾക്ക് കരുത്തേകിയവനാണ് ദൈവം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ ഇല്ലാതാക്കി മാറ്റിയവനല്ല ദൈവം, അദ്ദേഹത്തിന്റെ നഷ്ടങ്ങളെ ഇല്ലാതാക്കിയവനല്ല ദൈവം, മറിച്ച് അതിനപ്പുറത്ത് വലിയ കൃപയുടെ കേദാരമാകാൻ അവയൊക്കെയും വഴിയൊരുക്കിയവനാണ്, അവസരമൊരുക്കിയവനാണ് ദൈവം. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധന്റെ ജീവിതം നമ്മളോട് പറഞ്ഞു വെക്കുന്ന സുന്ദരമായ ഒരു സന്ദേശം, കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിത വഴികളും, എല്ലാ വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെയും കർത്താവ് അറിയുന്നുണ്ട്. നമ്മളിവിടെ വിശുദ്ധ യോസേപ്പിതാവിന്റെ രൂപങ്ങൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഈശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ യോസേപ്പിതാവിന്റെ രൂപങ്ങളൊക്കെ, വിശുദ്ധ അന്തോണീസിന്റെ അത്തരത്തിലുള്ള രൂപങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നമ്മളാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞിനെ ആരാണോ എടുത്തുകൊണ്ടിരിക്കുന്ന, ഉണ്ണിമിശിഹായുടെ എടുത്തുകൊണ്ടിരിക്കുന്ന രൂപങ്ങൾ നമുക്ക് ചെറിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് പ്രഥമ ദൃഷ്ടിയ ഇവരാണ് ഉണ്ണിമിശിഹായെ സംരക്ഷിക്കുന്നതെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ ധന്യത നിർണ്ണയിക്കുന്നത് കയ്യിലിരിക്കുന്ന ഉണ്ണിമിശിഹായാണ്. അവരുടെ ജീവിതത്തിന്റെ മഹത്വം നിർണ്ണയിക്കുന്നത് കയ്യിലിരിക്കുന്ന ഉണ്ണിമിശിഹായാണ്. അവരുടെ ജീവിതം ഈ കയ്യിലിരിക്കുന്ന ഉണ്ണിമിശിഹായുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഒരു ദുർബലമെന്ന് തോന്നുന്ന ഒരു കാറ്റിൽ പറക്കുന്ന വിശുദ്ധ കുർബാനയെ കരങ്ങളിൽ, ഇതിലൂടെ നാവിൽ, ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ് എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം ഈ ചിത്രങ്ങൾ, ഈ രൂപങ്ങൾ പോലും നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ തിരുനാൾ അർത്ഥപൂർണമായി തീരുന്നത്, ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഈ സന്ദേശങ്ങളെ ഗൗരവത്തോടെ സ്വീകരിക്കുമ്പോഴാണ്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ് എന്നുള്ള സുന്ദരമായ സന്ദേശത്തെ നമുക്ക് സ്വീകരിക്കാം. മൂന്നാമതായി, ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം, പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ മനുഷ്യൻ വേദനകൾ ഏറ്റെടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യൻ സഹനങ്ങൾ ഏറ്റെടുത്തത്. അദ്ദേഹം ജീവിത പ്രതിസന്ധികളിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നട്ടെല്ല് വളയ്ക്കാതെ സധൈര്യം നിവർന്നു നിന്ന ഒരു വിശുദ്ധനാണ്. സ്നേഹമുള്ളവരെ, ഇത് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടുകളെ നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുന്നുണ്ട്. സമൂഹത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, സമൂഹത്തിലെ തിന്മകളിൽ, സമൂഹത്തിലെ പ്രതിസന്ധികളിൽ നട്ടെല്ലുള്ള ആളുകൾ ഉയർന്നു വരണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് വന്യമൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, ഇന്ന് കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടിയും നായ്ക്കൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാൻ ആളുണ്ട്. പക്ഷേ സാധാരണ മലയോര കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ന് തടവുള്ളികൾക്ക് പോലും ഉന്നതമായ ശമ്പളം, വേതനങ്ങൾ നൽകുമ്പോഴും സാധാരണ കൂലിപ്പണിയെടുക്കുന്നവരും ആശാവർക്കർമാർക്കും അതുപോലെയുള്ള ആളുകൾക്കൊക്കെയും നിരാകരിക്കപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ സമൂഹമൊക്കെ കടന്നു പോകുന്നുണ്ട്. സമൂഹത്തിൽ കൊടികുത്തി വാഴുന്ന അനേകം തിന്മകളെ നമ്മൾ നേരിട്ട് ദർശിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ നട്ടെല്ലുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, ശബ്ദമുയർത്തുന്ന, അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ സധൈര്യം ഉയർന്നു വരണമെന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ജീവിത പ്രതിസന്ധികളിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ മുട്ടുമുടക്കാതെ, നട്ടെല്ല് വളയ്ക്കാതെ സധൈര്യം നിലപാടെടുത്ത് രാജാവിന്റെ മുൻപിൽ പോലും അത് ഏറ്റുപറഞ്ഞൊരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. സ്നേഹമുള്ളവരെ, ഈ തിരുനാള നമുക്ക് നൽകുന്ന ഈ സന്ദേശങ്ങളെ സധൈര്യം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. 3 സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാനായി ശ്രമിച്ചത്. ഒന്നാമതായി, ഈ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ മഹത്വത്തിന്റെ, അർത്ഥത്തിന്റെ കാരണം അവർ ക്രിസ്തുവിന് തങ്ങളുടെ ജീവിതത്തിൽ കൊടുത്ത വിലയാണ്. നമ്മുടെ ജീവിതവും അത്യന്തികമായി വിലയുള്ളതായി തീരുന്നത്, മഹത്വപൂർണ്ണമായി തീരുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരുമ്പോഴാണ്. രണ്ടാമതായി, വലിയൊരു പ്രത്യാശയുടെ സന്ദേശം, നമ്മുടെ സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുമ്പോഴും എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്, ഇവയൊക്കെ നന്മയായി പരിണമിപ്പിക്കാനുള്ള
ശക്തി കർത്താവിനുണ്ട്, ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി, മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നട്ടെല്ല് വളയ്ക്കാതെ മുട്ടുമടക്കാത്ത സധൈര്യം നിലപാടെടുക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഈ തിരുനാൾ നൽകുന്ന സന്ദേശങ്ങളെയും സധൈര്യം ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വർഗത്തെ കൂടുതൽ സന്തോഷിപ്പിക്കാനും കൂടുതൽ ഈ തിരുനാൾ അവസരങ്ങൾ കൂടുതൽ കൃപയുള്ളതാക്കി തീർക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ, പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, മിശിഹാ കർത്താവേ, ആത്മീയവും ശരീരമെല്ലാം വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയിൽ കലകലിച്ച ദൈവമേ, ആ കന്യകളുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയോസേപ്പിന്റെയും വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലെ വിഷുമാരെ സംരക്ഷിക്കുകയും അവർക്ക് പകമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ കുറച്ചവരും സുഹൃത്തുക്കളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായ തിരുസഭയുടെ ദൈവപ്രധാനമാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് ജോസ് പാപ്പാനിക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന്റെ കാരണമായ വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ലോകത്തിൻ വഴികളിലുഴലാതെ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയോസേപ്പിന്റെയും വിശുദ്ധ ക്രിസ്ത്യാനത്തിന്റെ സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ തിരുമണത്തിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഇഷ്ടകാര്യം സാധിച്ചു